എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണു പോയതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണു പോയയിടത്തു നിന്ന് ഇങ്ങോട്ടുള്ള ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും പറയും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കരുതെന്ന്. പക്ഷേ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞു പോയ കാര്യം എന്ന് പറയണത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഓടിച്ചാടി ഞാൻ ജോലിക്ക് പോണ സമയത്ത് ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുക എങ്ങനെയാണെന്നറിയോ, രാവിലെ നേരത്തെ എണീച്ചിട്ട് വീട്ടിലത്തെ എല്ലാ കുട്ടികളും പഠിക്കുകയാണല്ലോ, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കും. രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ചോറ്, എല്ലാതും വീട്ടിലത്തെ, ഞങ്ങളന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അത് കഴിയും. അപ്പോൾ ഇവിടെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടത്തേക്ക് ഒരുക്കിയിട്ട് ചടപടേച്ച് ഓടി വരും ഇവിടേക്ക്. എന്തിനെന്നറിയാം, നനയ്ക്കാനും ബാക്കിയുള്ള പണിക്കൊക്കെ. പണിക്കാർ 2 നേരം നനയ്ക്കണ്ടേ, അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തിരുന്നത്. നമ്മൾ പിന്നെ കുറഞ്ഞ പൈസയ്ക്ക് ഓരോന്നും ചെയ്യുന്നവരായതുകൊണ്ട് ഒരാളെ ഏൽപ്പിക്കാനൊന്നും ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഓടി വരും ഇവിടേക്ക്, ഇത് നനയ്ക്കും, തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ അടുക്കളയിൽ ധൃതിപ്പെട്ടിട്ട് 8 മണിക്ക് ഓടണം, എന്നാലേ സ്കൂൾ ബസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ 8 മണിയുടെ മുന്നെയാണ് ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് 8 മണിക്ക് എന്നല്ല, 8 മണിക്ക് പുറപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ചായ ഒന്നും കുടിക്കില്ല, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യുക. അങ്ങനെ ഓടും ഞാൻ, അത്രയും ഓടി പണിയെടുത്തിരുന്ന. പക്ഷേ പെട്ടെന്ന് ഞാൻ അങ്ങനെ ആയപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ഭാഗത്ത് നിന്നിട്ട് ആരൊന്നും ഞാൻ എങ്ങനെ ഉണ്ടായിരുന്ന ആളാണെന്ന് ചിന്തിക്കണില്ലല്ലോ എന്ന്. കുറച്ച് ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ, ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടേണ്ട ഒരാളല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓപ്പോസിറ്റിലൊരു മാഷുണ്ട്, റിട്ടയർഡ് മാഷ് മരിച്ചു, 2-3 വർഷമായി മരിച്ചിട്ടിപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ അസുഖമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ മുന്നേ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു കാര്യമുണ്ട് മാഷ് പറഞ്ഞത്. എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട്, ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ്, ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് അപ്പുറത്താണ്, കുറച്ചുകൂടി നടക്കണ്ടേ. അപ്പോൾ പറയും മാഷ്, ഇതേപോലൊരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല അറിയാം. കാരണം എന്താണെന്ന് പറയുക, എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തൻ്റെ ആ ഒരു മാഷ ടെറസിൻ്റെ മുകളിൽ സിറ്റൗട്ടിൽ നിന്ന് പേപ്പർ വായിക്കും രാവിലെ. വയസ്സായ മാഷിന് 85-90 വയസ്സൊക്കെ ആവാറായിരുന്നു. അപ്പോൾ മാഷ് പേപ്പർ വായിക്കും ഇരുന്നിട്ട്. അപ്പോൾ മാഷ് എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മാഷ് കണ്ണ് നല്ലോണം കാണുമേ ഇവിടേക്കൊക്കെ. അപ്പോൾ ഞാൻ ഓടി വരുന്നതും നനയ്ക്കണതും പോവും. പിന്നെ സ്കൂളിലേക്ക് പോകുന്നത് മാഷ്ക്ക് നന്നായി അറിയാം. പുറപ്പെട്ടിട്ട് നേരെ പോകുമല്ലോ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകും, തിരിച്ച് വരും, ചായ കുടിക്കും, കുട്ടികൾക്കുള്ള ചായയൊക്കെ കൊടുക്കും, തിരിച്ച് പിന്നെയും ഇവിടെ വരും. വൈകുന്നേരത്ത് പണിക്കാർക്ക് പോയിട്ടുണ്ടാവില്ല, അപ്പോൾ അത് നനയ്ക്കണം, ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം, അവർക്ക് പിറ്റേ ദിവസത്തേക്ക് എന്താ വേണ്ടി ചായ ചെയ്യണം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് വൈകുന്നേരത്തേക്കുള്ളത് ഉണ്ടാക്കണം. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഇപ്പോൾ മാഷ് എപ്പോഴും പറഞ്ഞിരുന്നു, തന്നെ പോലെ പണിയെടുക്കുന്ന ഒരാൾ ഈ ഒരു പെൺകുട്ടീനെ ഞാൻ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല എന്ന് എന്നോട് പറയുക. എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ അങ്ങനെ പണിയെടുത്തിരുന്നു എല്ലാ കാര്യത്തിനും. പക്ഷേ ഒന്ന് വീണ് പോയപ്പോഴേ, വീണ് പോകാമെന്ന് പറഞ്ഞാൽ ആ വീഴ്ചയല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ് പോയപ്പോൾ എനിക്കത് തിരിഞ്ഞ് നോക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും പറയും കഴിഞ്ഞ കാര്യങ്ങൾ തിരിഞ്ഞു, പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തും എന്നുള്ളതിന് എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല ഇനി. കാരണം എന്താ, വയ്യല്ലോ, എന്തെങ്കിലും ഇനിയിപ്പോൾ അതേപോലെ ഓടാനും പണിയെടുക്കാനും അല്ലെങ്കിൽ എനിക്കിനി എൻ്റെ ആരോഗ്യം കൊണ്ട് വയ്യ. അങ്ങനെയായി ഇപ്പോൾ ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്നപ്പോഴേ മനുഷ്യന് തലയ്ക്ക് ഭയങ്കര ഒരു പെരുക്കം തോന്നുക. തിരിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് തരുന്നതെന്നറിയാം. ഞാൻ സ്കൂളിൽ പോയാലോ, ഞാൻ ഒരു വർക്കല്ല ചെയ്യുക. എൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ക്ലാസ് എടുക്കുക, ഞാൻ ഓഫീസ് വർക്ക്, ഞാൻ എല്ലാ വർക്കും ഞാൻ ഒരേപോലെ ചെയ്തായിരുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനും ഞാൻ അവിടെ എൻ്റെ ഒരു ഡ്യൂട്ടി എന്നുള്ളതിലല്ല ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയതിൽ ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് പഴയ പോലെ ജോലിക്ക് പോലും നടക്കില്ല, അത് എനിക്ക് തന്നെ ഉറപ്പാണല്ലോ. ഈ വയ്യായ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എങ്ങനെ പോകണം ജോലിക്ക്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത്, ഞാൻ ഇപ്പോൾ ഇന്നലെ അച്ചാറുണ്ടാക്കി, അതൊന്നും ഇപ്പോൾ സ്ഥിരം ഞാൻ അതിലേക്ക് നിൽക്കണമെന്ന് എനിക്ക് ഉണ്ടാവില്ല. കാരണം അത് നമ്മൾ അതിനനുസരിച്ചിട്ട് വീട്ടിലും അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ വേറെ എന്തെങ്കിലും അച്ചാറിൻ്റെ ബിസിനസ്സിക്ക് വല്ലാതെ നോക്കാൻ താല്പര്യമില്ല. ഈ പറയുമ്പോൾ കിട്ടുന്ന സീസണിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാന്നേ ഉള്ളൂ, അത് ബൾക്കായിട്ട് വാങ്ങി വയ്ക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ അതിന് നിൽക്കണില്ല. ഈ സീസണിൽ ആരെങ്കിലും പറയുമ്പോൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സ്വിഗ്ഗി സൊമാറ്റോയിലൊന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നമ്മളെ
ഒരു ഉയർച്ചയിലേക്ക് ഈ വീണിടത്ത് നിന്ന് ഒന്ന് ഉയരാൻ എനിക്ക് പറ്റുമോ എന്നൊന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഇതായിരിക്കാൻ പറ്റണില്ല. ഞാൻ എന്തൊക്കെ പറയുക, അത് പറയാൻ വാക്കുകളില്ല എനിക്ക്. ചിലപ്പോൾ കുറേ പറഞ്ഞാൽ സങ്കടം വരും, അത് കാരണം പറയണില്ല. ഇനിയിപ്പോൾ ഞാൻ അനുഭവിച്ച ഓരോ ദുരിതങ്ങളും ഞാൻ ഇനി പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കാം ഞാൻ ഓരോ ദുരിതം ഞാൻ എത്ര അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലത്തെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഓരോ ദിവസവും വരും. അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ.